real beauty in your heart. Boche Golden Diamonds. Buy now, pay later. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോയി. നിർമ്മാണ മേഖല സ്തംഭനത്തിൽ ട്രെയിനുകളിലെ തിരക്ക് കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്കും തിരിച്ചെത്താനാകുന്നില്ല. ആസാമിലും പുതുച്ചേരിയിലും ഏപ്രിൽ 9-നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. പശ്ചിമ ബംഗാളിൽ ഏപ്രിൽ 23-നും 29-നുമാണ് നിയമസഭാ ഇലക്ഷൻ. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-നും നടക്കും. പശ്ചിമ ബംഗാളിലെ നിയമസഭാ ഇലക്ഷൻ അടുത്തതോടെ അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോയി. ഇതോടെ സംസ്ഥാനത്തിലെ നിർമ്മാണ മേഖല മിക്കതും സ്തംഭനത്തിലായി. 23-ന് നടക്കുന്ന തമിഴ്നാട് ഇലക്ഷനിൽ പങ്കെടുക്കുന്നതിനും നിരവധി തൊഴിലാളികൾ സംസ്ഥാനം വിട്ടിരിക്കുകയാണ്. ഏപ്രിൽ 9-ന് ആസാമിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും ട്രെയിനുകളിലെ തിരക്ക് കാരണം വലിയൊരു വിഭാഗം തൊഴിലാളികൾക്കും കേരളത്തിലേക്ക് തിരിച്ചെത്താനായിട്ടില്ല. ഇത് രണ്ടാം തവണയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ സംസ്ഥാനം വിടുന്നത്. നേരത്തെ നടത്തിയ SIR പ്രക്രിയയ്ക്ക് വേണ്ടി തൊഴിലാളികൾ മുഴുവൻ നാടുവിട്ടിരുന്നു. ഇപ്പോൾ ഇലക്ഷനു വേണ്ടി രണ്ടാമതും തൊഴിലാളികൾ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതിഥി തൊഴിലാളികൾ കൂടുതലും ജോലി ചെയ്യുന്നത് നിർമ്മാണ മേഖലയിലാണ്. ബീഹാറിൽ നടന്ന ഇലക്ഷനോട് വോട്ടേഴ്സ് ലിസ്റ്റിലും ഇലക്ഷനിലും അട്ടിമറി നടത്തിയെന്ന ആരോപണവും പൌരത്വ പ്രശ്നവുമാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് കൂട്ടത്തോടെ പോകാൻ കാരണം. കെട്ടിട നിർമ്മാണം, മരപ്പണി, ഫർണിച്ചർ, ഹോട്ടൽ ജോലികൾ, കൃഷിപ്പണി തുടങ്ങിയ മേഖലകളിൽ കേരളത്തിലെ തൊഴിലാളികളിൽ 70% അതിഥി തൊഴിലാളികളാണ്. ബംഗാളികൾ കഴിഞ്ഞാൽ 11% ആസാമികളുമാണ്. തൊഴിലാളികളുടെ കൂട്ടമടക്കവും ട്രെയിനുകളിൽ കാലെടുത്ത് വെക്കാൻ കഴിയാത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൻകിട പദ്ധതികളാണ് പ്രധാനമായും ഏറെ പ്രയാസത്തിലായത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.